പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ച ജനുവരി 13 എല്ലാവരും നമ്മളെ കർത്താവിൽ ഉണർന്നിരിക്കുന്ന സുപ്രഭാതം. എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിച്ചെടുത്ത് തുടങ്ങാം. ഈ ദിവസം അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, പ്രത്യേക പ്രാർത്ഥന ആവശ്യങ്ങൾ ഏറ്റുപറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇന്നത്തെ പ്രാർത്ഥനകൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയും ഇന്നത്തെ ആഹാരമാണ്. ശരിക്കും എനിക്ക് പണ്ടുപോലെ ഉണ്ടായിരുന്ന ഒരു അഭിവാഞ്ചിയാണ് രാവിലെ ജനങ്ങളുമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 വെച്ചത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ഞാൻ തന്നെ നേരിട്ട് വന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുകയും അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരും നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ആധ്യാത്മിക ഔത്സുക്യത്തോടെ ഉണർവോടും ഉത്സാഹത്തോടും കൂടി ആയിരിക്കണം ഈ ഉഷസ് അങ്ങോട്ട് ആരംഭിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥനയിൽ അങ്ങ് പ്രസാദിക്കുകയും അങ്ങയുടെ മക്കളെ ഉത്സാഹഭരിതരാക്കണമേ. എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഇന്നത്തെ ദിവസം 13 ജനുവരി തിങ്കളാഴ്ച കർത്താവിന്റെ തിരുസന്നിധിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രസരിപ്പോടെ ഓരോരോ കാര്യങ്ങളുടെ പ്രാരംഭത്തിനായി പോകുന്ന അനേകം മക്കളുണ്ട് ഈശോയെ. ജോലി, വീട്, വിവാഹം, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളിലെ അങ്ങനെ പോകുന്ന എല്ലാവരുടെ യാത്രകളും ഞാൻ ആശീർവദിക്കുന്നു കർത്താവേ, നിന്റെ നാമത്തിലെ. കർത്താവെ, അങ്ങ് അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. I will come with you wherever you go. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരുമെന്നുള്ള കർത്താവെ അങ്ങയുടെ വലിയ പ്രവചനമാണ്, അങ്ങയുടെ വലിയ പ്രഖ്യാപനമാണ്. ഞങ്ങൾ ആ പ്രഖ്യാപന വചനങ്ങളിൽ വിശ്വസിക്കുന്ന കർത്താവെ,
ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാനും അതാ സമയങ്ങളുടെ പ്രാർത്ഥനയുടെ ഉണർവോടെയും തീഷ്ണതയോടെയും അങ്ങയെ മനസ്സിലാക്കുവാനും, പ്രശ്നങ്ങൾ ഉണ്ടാകുക മാത്രമല്ല ഒരു പ്രശ്നമില്ല പ്രശാന്തമായ സമയങ്ങളിലും പ്രാർത്ഥനയിൽ അങ്ങയെ ഓർക്കുവാൻ കർത്താവെ പ്രത്യേക അഭിഷേകം അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീരസമുള്ളവരുണ്ട്, വൈരാഗ്യ ബുദ്ധിയുള്ളവരുണ്ട്, ഹൃദയഭാരമുള്ളവരുണ്ട്, അവരെല്ലാം കർത്താവെ കളപ്പോട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഹൃദയത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ കർത്താവെ അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഇന്നലെ ഉണ്ടായതും കഴിഞ്ഞ ആഴ്ചയിലുണ്ടായതും നമ്മൾക്ക് ഓരോ മനുഷ്യരും ഉണ്ടാക്കി തരുന്ന വലിയ ഭാരങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് കർത്താവിന് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഭാരമില്ലാത്തവരെ ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ഇതിനത് കൈകാര്യം ചെയ്യട്ടെ. ചില കാര്യങ്ങൾ എങ്ങനെ തലപ്പുകഞ്ഞ് ആലോചിച്ചിട്ടും നമുക്കൊരു എത്തുംപിടിയും കിട്ടണില്ല. നിങ്ങളത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുക. അമ്മ കൈകാര്യം ചെയ്യട്ടെ. എന്നിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ചെയ്തുകൊണ്ട് നടക്കുക. അവൻ പറയണ പോലെ ജീവിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും നടക്കുക. അപ്പോൾ ദൈവം നമ്മുടെ കാര്യം ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ക്രമീകരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. അതായത് ഒരു കാരണം, അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവനും എന്തിനും ഏതും ദൈവത്തിൽ ആശ്രയിച്ച് ശരണം വെച്ച് പ്രാർത്ഥിക്കുന്നവനും ഏത് തരം ദുരിതത്തിൽ ചെന്നാലും ദൈവം അവനെ രക്ഷിക്കും. കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്തിലായിരിക്കും ഞങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവുമെന്ന്. അത് കർത്താവിനും ആ ഞെരുക്കങ്ങളുണ്ടായി, മാതാവിനും ആ ഞെരുക്കങ്ങളുണ്ടായി, ഔസേപ്പിതാവിന് കൂടുതലും ഞെരുക്കങ്ങളുണ്ടായിരുന്നു. നമ്മളിന്ന് വായിക്കുന്നത് ആ ഒരു ഭാഗമാണ് വായിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ ഞെരുക്കങ്ങളിരിക്കുന്നവരമ്മേ, പരിശുദ്ധമ്മേ, ഈ പ്രാർത്ഥനയുടെ സമയത്ത് അവരെ നീ അനുഗ്രഹിക്കണം. തങ്ങൾക്ക് ആരുമില്ല, ആരും ഞങ്ങൾ തിരക്കണില്ല, ആരും ഞങ്ങൾ അന്വേഷിക്കുന്നില്ല, ഒന്ന് വിളിച്ചു പോലും ചോദിക്കണില്ലെന്ന് വെച്ചുകൊണ്ട് നെടുവീർപ്പിട്ട് സങ്കടപ്പെടുന്നവരുണ്ട്. ഒറ്റപ്പെട്ട് പോയല്ലോ എന്നെടുത്തിട്ട് പണ്ടെടുത്ത തീരുമാനങ്ങൾ ഓർത്തിട്ട് ഭാരപ്പെട്ടിട്ടാകാൻ വേണ്ടായിരുന്നു. ചുമ്മാ അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് തലേ പിരികേറ്റി എടുത്തതാണ്. ഇന്നിപ്പോൾ അനുഭവിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ മാത്രം എൻ്റെ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്നവരെ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുന്നുണ്ട്. ഇപ്പോഴും ആശീർവദിക്കുന്നുണ്ട്. കാര്യം മുമ്പ് ഇന്നലെ നമ്മൾ കണ്ടതാണ്, കരുണ അർഹിക്കാത്തവർക്ക് ഞാൻ കരുണ കൊടുക്കുമെന്ന്. അതിനേക്കാൾ വലിയ പ്രത്യാശ എന്ത് വേണം സഹോദരങ്ങളെ? അവരെ കർത്താവ് ഇപ്പോഴും ആശീർവദിക്കുകയാണ്. കർത്താവ് നിനക്ക് ലഭിക്കുന്ന കരുണയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ സ്നേഹം മാത്രമാണ്. അവൻ നിർലോഭമായി യേശു ക്രിസ്തുവിന് നൽകാൻ തക്ക വിധം നമ്മളെ സ്നേഹിക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മളെ അവൻ ജനിപ്പിച്ച് നമ്മളെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ നീ ഒന്നിനും ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ കരുണയ്ക്കൊരു പഞ്ഞവുമില്ല. കർത്താവ് നീ പറയണം, കർത്താവേ എൻ്റെ മേൽ കരുണ ചൊരിയണമേ. നിൻ്റെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട്, കുരിശുമരണത്തെ ഓർത്തുകൊണ്ട്, തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട്, മുഴുക്കിടത്തെ ഓർത്തുകൊണ്ട് കർത്താവ് എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ തോന്നണമേ. അങ്ങനെ കർത്താവിൻ്റെ കരുണ, അർഹതയില്ലാത്ത കരുണ നിൻ്റെ മേൽ ആവശിക്കുകയും നീ കർത്താവിൻ്റെ ഇപ്പോഴും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നീ അതിജീവിക്കുകയും ചെയ്യട്ടെ. ഈ ദിവസത്തെ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വശക്തനും നീക്കുവാമേ. ഔസേപ്പിതാവ് എന്ന അത്ഭുത മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ഇന്ന്. കുടുംബനാഥനാണ് കേട്ടോ. എല്ലാ കുടുംബനാഥന്മാർക്കും നാഥനായിട്ടുള്ള ആളാണ്. ഈ ദിവസങ്ങളിലെ പ്രത്യക്ഷീകരണ നമ്മുടെ പൂജരാജാക്കന്മാര്, ജ്യോതിഷികള്, ജ്ഞാനികള് കർത്താവിനെ സന്ദർശിച്ചെത്തി, ഉണ്ണീശ്വരനെ സന്ദർശിച്ചെത്തിയില്ലേ? ആ പ്രത്യക്ഷീകരണ തിരുനാളില് എൻ്റെ മനസ്സിൽ വന്ന ഏറ്റവും വലിയ ധ്യാനചിന്തയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. അത് വിശുദ്ധ മത്തായി സ്വീകരണ സുവിശേഷമാണ്, 2-ാം അധ്യായം 11-ാം വാക്യം. ഔഷധനെ കുറിച്ചാണ്. അവർ ഭവനത്തിൽ പ്രവേശിച്ച്, അവരെന്ന് പറഞ്ഞ ജ്യോതിഷികളാണ്, ജ്ഞാനികള്, കിഴക്കുനിന്ന് വന്ന രാജാക്കന്മാര്. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. മക്കൾ, ഇതാണ് സംഭവം. അതായത് ഇത് വായിച്ചപ്പോഴേ പൊന്ന്, മീറ, കുന്തിരിക്കം ഒക്കെ കൊടുത്ത് വലിയ കാഴ്ചയുമായിട്ട് അവർ പെറ്റതെറിഞ്ഞ് വന്നിരിക്കുന്നത് രാജാക്കന്മാരാണ് വന്നിരിക്കുന്നത്. ഒന്നും കുറവുണ്ടാകത്തില്ല. ആദ്യം അമ്മ വിചാരിച്ചിരുന്നു, അമ്മയ്ക്ക് ആദ്യം അങ്ങനെ വിഷമമുണ്ടായിരുന്നു. ആട്ടിടയന്മാരല്ല വന്നത്, ഒരു ബന്ധവുമില്ല, സ്വന്തവും ഇല്ലാത്ത ആട്ടിടയന്മാർ വന്ന് നോക്കി നിന്നിട്ട് പോകുമ്പോഴേ അങ്ങനെയൊന്നും അല്ലായിരുന്നില്ല. സ്വന്തം നാട്ടിലാണ് താമസിച്ചിരുന്നെങ്കിൽ, വീട്ടിലാണ് താമസിച്ചതെങ്കിൽ എത്രയോ പേര് തങ്ങളെ സന്ദർശിക്കാൻ എത്തിയെന്നൊക്കെ വിചാരിച്ചെങ്കിലും ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ള സൂചനയാണ് രാജാക്കന്മാരെ തന്നെ, വീട്ടുകാരെക്കാളുപരി
രാജാക്കന്മാർ. ദൈവം ഒരിക്കൽ നിനക്ക് നമുക്ക് ദൈവമേ കൈവിട്ടതായിട്ട് തോന്നുകയേ ഉള്ളൂ, പക്ഷെ ദൈവം കൈവിടത്തില്ല. ഇപ്പം വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അമ്മയ്ക്ക് ഉണ്ണീശോയുടെ ജനനം അറിഞ്ഞ് മറ്റുള്ളവർ ആരും സമ്മാനം കൊണ്ട് വന്നില്ലെങ്കിലും സമ്മാനം കൊണ്ടുവരാൻ രാജാക്കന്മാർ ദൈവം തീരുമാനിച്ചു. എന്തൊരു സ്നേഹമാണ്, എന്തൊരു കരുതലാണ് ദൈവത്തിൻ്റെ. നമ്മുടെ കണ്ണ് ഒരു ജന്മം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കരുണയാണ് ദൈവത്തിൻ്റെത്. ഇപ്പം പക്ഷെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. എന്താണെന്നറിയാവോ? അവർ പുൽത്തോട്ടിലെത്തിയപ്പോഴേ ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കണ്ടെന്നാണ് പറയണത്. അപ്പം ഔസേപ്പിതാവിനെ കണ്ടില്ല. അവിടെ ഔസേപ്പിതാവിനെ കണ്ടില്ല. എന്താ കാര്യം? അദ്ദേഹം അപ്പോഴേ ഉണ്ണീശോയ്ക്കും അമ്മയ്ക്കും വേണ്ട ആഹാരം തേടിപ്പോയിരിക്കുന്നു. അപ്പന്മാരുടെയൊക്കെ ഒരു അവസ്ഥ ഭയങ്കരമാണ്. എനിക്ക് തോന്നുന്നത് അമ്മയെക്കാളും ചില കാര്യങ്ങൾ ഔസേപ്പിതാവ് ഇത്തിരി കൂടി മുന്തിയ നിലവാരമല്ല കൂടി നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. കാര്യം അമ്മ പുരുഷൻ്റെ ചുവട്ടിൽ നിന്ന് അതൊക്കെ ശരിയാ, പക്ഷെ ഈശോയുടെ ഉയർത്തുന്നേപ്പ് കണ്ടു, സഭ വളരണത് കണ്ടു, ഉയരണത് കണ്ടു, അപ്പോസ്തലന്മാർ അമ്മയുടെ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നത് കണ്ടു, പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പെന്തക്കോസ്താ ദിവസം അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒത്തിരി നല്ല നല്ല കാഴ്ചകൾ ഹോശാന പാടി എതിരേറ്റുകൊണ്ട് വന്ന ഈശോയെ അമ്മ കണ്ടു. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും അമ്മ കണ്ടായിരുന്നു. ഒന്നും കാണാനൊരു പാവപ്പെട്ട മനുഷ്യനെ ഔസേപ്പിതാവ് സ്വപ്നങ്ങൾ മാത്രം കണ്ടു. ആ സ്വപ്നങ്ങൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. എന്നിട്ട് ഈശോയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ തൻ്റെ ജോലി പൂർത്തിയാക്കി താൻ മറഞ്ഞു പോകും. എന്നോട് പറയും, എൻ്റെ മകൻ വലുതാകും, അവൻ ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ പുത്രനായി എത്തും, അതിന് മുമ്പ് ഞാൻ അവന് വഴിയൊരുക്കാൻ വേണ്ടി പോകണമെന്നും പറഞ്ഞ് അദ്ദേഹം തൻ്റെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി അദ്ദേഹം വിട പറഞ്ഞു പോകും. ഒരു സാന്ത്വനമോ ഒരു നന്ദിയോ ഒന്നും അനുഭവിക്കാതെ ആ ജോലി മാത്രം ചെയ്തു പോയ എത്ര അപ്പന്മാർ നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. ചിലപ്പോൾ അപ്പം വെളുപ്പിനെ എഴുന്നേറ്റ് പോയിട്ട് ഒരു ജോലിക്ക് രാത്രി വരുമ്പോൾ രാത്രി പിള്ളേർ ഉറങ്ങിയും പോകും. ചിലർ അപ്പന്മാർ കഷ്ടപ്പെടാനുള്ള എല്ലാം കഷ്ടപ്പെടുകയും അമ്മമാർ നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ പറയുവേ, ഞാൻ അമ്മമാരെ കൊച്ചാക്കി പറയുന്നില്ല, എന്നാലും ചില അമ്മമാർ പറയും, ഞാൻ നിന്നെ 10 മാസം നൊന്ത് പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എന്തെങ്കിലുമൊക്കെ ക്ലെയിം പറയും. അപ്പനൊരു ക്ലെയിം പറയത്തില്ല, നിശബ്ദനായിരിക്കും. അമ്മക്കൊക്കെയാണെങ്കിൽ അവർക്ക് ആമക്കളല്ലേ കുടുംബത്തിലൊക്കെ പലപ്പോഴും നിൽക്കണത്, പക്ഷെ അമ്മയോടായിരിക്കും അവർക്ക് താല്പര്യം. അപ്പനോട് അവർ താല്പര്യം ഉണ്ടെങ്കിലും പേടിയാണ്, അമ്മയോടെ അവർ സംസാരിക്കത്തുള്ളൂ. പിന്നെ പെമ്മക്കൊക്കെയാണ് അപ്പനോടൊക്കെ കുറച്ച് സ്നേഹമുള്ളത്, പക്ഷെ അവരെ കെട്ടിച്ചു വിട്ടിരിക്കും. അപ്പന് ആരും ഇല്ലാത്തൊരാളാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു മനുഷ്യൻ. അവരുടെ ആദ്യത്തെ ആളാണ് ഈശോയുടെ അപ്പൻ ഔസേപ്പിതാവ്. ഇപ്പം എന്തെങ്കിലും തരത്തിൽ അപ്പന്മാർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കുറവ് അവരുടെ ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം അവഗണന കൊണ്ട് വന്നു പോയെങ്കിൽ നിങ്ങളൊന്നും വിഷമിക്കൊന്നും ചെയ്യരുത്. കാര്യം എന്താ? നിങ്ങൾക്ക് തുണയായ ഔസേപ്പിതാവുണ്ട്. ഒന്നും കൈപ്പറ്റാതെ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ട് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി പോയ മനുഷ്യൻ നിങ്ങളൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട് സാന്ത്വനപ്പെടുത്താൻ. അപ്പം അങ്ങനെയുള്ള നല്ല മരണത്തിന് വേണ്ടി മാത്രമല്ല, നന്ദിയില്ലാത്ത ജീവിതത്തിനും നന്ദി നഷ്ടപ്പെടുന്ന ജീവിതത്തിനും ഔസേപ്പിതാവ് തന്നെയാണ്. നന്ദി കിട്ടാത്ത ജീവിതത്തിനും ഔസേപ്പിതാവ് തന്നെയാണ് നമുക്ക് ഒരു മാതൃക. യേശുവിൻ്റെ കാണാൻ വരുമ്പോൾ പൂജ്യരാജാക്കന്മാർ വരുമ്പോൾ അവിടെ ലൈം ലൈറ്റിൽ വരുന്നത് അമ്മയും ഉണ്ണീശോ മാത്രമാണ്. പാവപ്പെട്ടവൻ നെടുലുപ്പൊരു പോലും അവിടെ ഇല്ല. ഔസേപ്പിതാവിനെ മധ്യസ്ഥം വഹിക്കുന്നവർ ആത്മശക്തിയുടെ ആൾരൂപങ്ങളെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.